കാറ്റത്തെ കിളിക്കൊള്ളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിലും സുഭാഷ് ചേട്ടൻ്റെ അടുത്തും അനിയന്മാരതൊക്കെ യാത്ര പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോവുക കേട്ടോ, ഓഫീസിലേക്ക് പോവുക. അപ്പം നിധി പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഉറക്കമൊക്കെ എണീക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ തലേ ദിവസത്തെ മോശമായ സംഭവങ്ങളൊക്കെ നമ്മൾ സുധീഷിൻ്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ സുധീഷ് കിടക്കുന്ന റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് സുധീഷിൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ നമ്മൾ സുഭാഷ് ചേട്ടൻ പോകാൻ നേരത്താണെങ്കിൽ സുധീഷ് കട്ടിലിൽ നിന്ന് ചാടിയൊക്കെ എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധിയാണെങ്കിൽ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ എൻ്റെ അനിയനാന്ന് പറയാൻ തന്നെ എനിക്ക് വെറുപ്പാണെന്ന് പറയുന്നുണ്ട്. നീ ഇന്നലെ എന്തുവാടാ പെങ്കൊച്ചിൻ്റെ അടുത്ത് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീയും ഈ പത്രങ്ങളിൽ കാണുന്ന റേപ്പിസ്റ്റുകളും തമ്മിൽ എന്താടാ വ്യത്യാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ സുധീഷിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ നീ പഠിച്ചെടുത്തന്നല്ലേടാ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷ് ഏട്ടനെങ്കിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാൻ ആ റൂമിൽ കയറി എന്നുള്ള കാര്യം സത്യമാണ്, ദേഷ്യം കൊണ്ട് ഞാൻ റൂമിൽ കയറി, പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് എന്നിട്ട് പറയുന്നത്, എന്തിനാ സുഭാഷ് ഏട്ടാ ഇയാളെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, വാ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുധീഷാണെങ്കിൽ ഹരീഷിനെ ഇടാൻ മോനെന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് അറിയാം ഒന്ന് പോടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷാണെങ്കിൽ വന്ന് ഹരീഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തൊക്കെ മാപ്പൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരാരും മൈൻഡൊന്നും ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ സുധീഷാണെങ്കിൽ സുഭാഷ് ചേട്ടൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്, പറയും ഒന്ന് എന്നെ നോക്ക് സുഭാഷ് ചേട്ടാ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സുഭാഷ് പറയും കൈ എടുക്കടാന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ നിധിയെ എല്ലാം നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭാസ്കരൻ വന്നിട്ട് പറയുന്നുണ്ട്, നിധി ഇവിടെ ഇല്ല, നിധി ജോലിക്ക് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷാണെങ്കിൽ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇതെല്ലാത്തിനും കാരണം നിങ്ങളൊരാളാണ്, ഞാനിവിടെ മര്യാദയ്ക്ക് ഇരുന്നേയില്ല, നിങ്ങളല്ലേ എന്നെ ഏരിയേറ്റി തന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, അതിന് നീയും അവളും കൂടെ നല്ലതുപോലെ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ അടുത്ത് കള്ളും കുടിച്ചിട്ട് അവളെ റൂമിൽ പോയി കിടക്കാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ ഭാസ്കരനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. സുധീഷ് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇത്രയും നാളൊരു നല്ലൊരു പേരുണ്ടായിരുന്നു, ഇപ്പം അവൾ എന്നെ ഏത് രീതിയിലാണ് അവൾ എന്നെ കാണുന്നത്, ഇതിന് എല്ലാത്തിനും കാരണം നിങ്ങളാന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോകുന്നൊക്കെ നമ്മൾ സുധീഷ് ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭാസ്കരനൊന്നും മിണ്ടാതാണെങ്കിൽ ഭാസ്കരൻ അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ നിധിയാണ്. അപ്പം നിധിയാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമ്പം കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി മുഖം ഒരുമാതിരി ഇരിക്കുന്നല്ലോ. അപ്പോൾ നിധി പറയാൻ ഒന്നുമില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മുഖം ഡല്ലായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളെ സുധിയാണെങ്കിൽ നിധിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നിധിയാണെങ്കിൽ മെസ്സേജൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം സുധി പറയുന്നുണ്ട്, എന്തായാലും മെസ്സേജൊക്കെ കാണുന്നുണ്ടല്ലോ, റിപ്ലൈ ഒന്നും ഇല്ലല്ലോ, ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്നൊക്കെ നമ്മൾ സുധി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നമ്മളെ സുധിയാണെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് നമ്മൾ നിധി ഫോൺ എടുക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ സുധി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ ഇരിക്കും. നമ്മൾ നിധി റിപ്ലൈ ഒന്നും കൊടുക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ കൂടുള്ള കൊച്ചിൻ്റെ അടുത്തേക്ക് നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൊച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോഫി കുടിക്കാൻ പോകും. അപ്പം നമ്മൾ സുധിയാണെങ്കിൽ വീണ്ടും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷേ നിധിയാണെങ്കിൽ ഫോൺ എടുക്കാതെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അവർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിയാണെങ്കിൽ കൂടുള്ള കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ താമസിക്കുന്ന ഹോസ്റ്റലിൽ റൂംസ് വല്ലതും ഒഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താ പറ്റിയ, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാൻ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ബസ്സിൽ പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ട്, ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ബസ്സൊക്കെ കാണത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് അവരെ എനിക്ക് ഫുഡെല്ലാം റെഡിയാക്കി തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, ഹോസ്റ്റലിലെ ഫുഡൊന്നും അത്ര നല്ലതല്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പയ്യൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പറ്റി സുധീഷ് ചേട്ടന് എന്താ പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നു പറയുമ്പം നമ്മൾ ഹരീഷ് പറയും, അത് സുധീഷ് ചേട്ടന് പനിയാണ്, നീ ഇപ്പോൾ ഒരു ചായ മേടിച്ചുകൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ പയ്യൻ പറയുന്നുണ്ട്, ഇതെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അതല്ലേ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ ഹരീഷിനായിട്ട് തെറ്റൊക്കെ ഏറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നുണ്ട്, നീ കണ്ടില്ലേ അവളാണെങ്കിൽ എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യത്തില്ല, സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാൻ നേരത്ത് തന്നെ അവൾ എന്നെ ഒഴിവാക്കി, പിന്നെ അച്ഛൻ്റെ പരിഹാസവും കൂടെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സമനില തെറ്റിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഒന്നുമില്ലല്ലോ അവളെൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഹരീഷ് പറയുന്നുണ്ട്, അത് ഇതിരിക്കും ഏട്ടത്തി അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി നമുക്കാണെങ്കിൽ ഏട്ടത്തി അവിടെ നിൽക്കണമെന്ന് പറയാൻ പോലും നമുക്ക് ഒരു അർഹതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അച്ഛൻ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ, പിന്നെ ഇത് മാത്രം ചാടിക്കയറി എന്തിനാ ചെയ്യാൻ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ നിധിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു, പക്ഷേ റിപ്ലൈയും കാര്യങ്ങളൊന്നും തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ എന്താ ചെയ്യാനൊന്നും ഒരു പിടിയില്ലെന്ന് പറയുന്ന സമയത്ത് ഹരീഷ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പോകണ്ട, ഓരോന്നും ചെയ്യാൻ പോയ വിലയ്ക്കപ്പം ഈ പരുവായത്, ഇനിയിപ്പം കുറച്ച് നേരം അവിടെ മിണ്ടാതെ കുത്തിയിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നിധിയാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ആണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടുത്തെ വാർഡൻ പറയുന്നുണ്ട് ഇവിടെ ഗസ്റ്റുകളെ അലൗഡ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആ കൂടെ പോകുന്ന കൊച്ച് പറയുന്നുണ്ട് അത് ഗസ്റ്റ് അല്ല, ഇവിടെ റൂംസ് എന്തെങ്കിലും അവൈലബിൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ വാർഡൻ പറയുന്നുണ്ട് സിംഗിൾ റൂമാണെങ്കിൽ 10,000, ഷെയറിംഗ് ആണെങ്കിൽ 7,000 എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ ഷെയറിംഗ് റൂമിനൊക്കെ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിക്കാണെങ്കിൽ അവിടുത്തെ വാർഡൻ റൂമെല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിധിക്ക് റൂമൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്നാൽ ഇങ്ങോട്ട് താമസം മാറി നിൽക്കുമ്പം നിധി പറയും ഞാൻ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നിധി അവിടെ നിന്നൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നേരെ പോകുന്നത് സുഭാഷ് പണി ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ നിധി അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ സുഭാഷ് ആണെങ്കിൽ അവിടെ ഒരു മതിലിൽ തേച്ചുകൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് നിധി ചെന്നിട്ട് സുഭാഷിൻ്റെ അടുത്ത് ഇങ്ങനെ വീട് മാറുന്ന കാര്യങ്ങളൊക്കെ സുഭാഷിൻ്റെ അടുത്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നിധി അവിടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.